ശ്രീ ബിനോയ് വിശ്വം, അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവും മണിപ്പൂരിലെ BJP സർക്കാർ അവിടെ ഈസ്റ്റർ ദിനം പ്രവൃത്തി ദിനമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ശ്രീ ബിനോയ് വിശ്വം, ഇന്നലെ രാത്രി മണിപ്പൂരിലെ ചില സുഹൃത്തുക്കളും സഖാക്കളും വിളിച്ചു പറഞ്ഞു ഈ ഉത്തരവിനെ പറ്റി. അവരുടെ ധാരണ ഞാൻ ഇടപെട്ടാൽ ഇപ്പൊ ശരിയാകുന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇടപെട്ടൊന്നും ശരിയാകാൻ പോകുന്നില്ല. ഇത് മണിപ്പൂരിലെ ഗവൺമെന്റിന്റെ നയമാണ്. ആ നയത്തിന് പുറകിലൊരു ആശയമുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തീവ്ര ഹിന്ദുത്വത്തിന്റെ പിന്തിരിപ്പൻ രാഷ്ട്രീയമാണ്. അതിന് മനുഷ്യരെ ഒന്നായി കാണാൻ കഴിയില്ല. അതിന്റെ ബഹുമുദ്ര ന്യൂനപക്ഷങ്ങളുടെ വെറുപ്പാണ്. മണിപ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷം. കുക്കികളിലെ ഗണ്യമായ ഭാഗം അവരാണ്. അവരോടുള്ള അന്ധമായ വൈരാഗ്യം കൊണ്ട് മാത്രമാണ് ഈ ഈസ്റ്റർ ദിനത്തിലും അത് മാർച്ച് മാസമായതുകൊണ്ട് പ്രവൃത്തി ദിനമാകണമെന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്. അതിന്റെ പുറകിലുള്ളത് BJP ഗവൺമെന്റിന്റെയും BJP എന്ന പാർട്ടിയുടെയും രാഷ്ട്രീയമാണ്. അതിന്റെ പുറകിൽ മോദിയുടെ രാഷ്ട്രീയമാണുള്ളത്. മണിപ്പൂരിലേക്ക് പോകാൻ ഭയപ്പെടുന്ന മോദി, മണിപ്പൂരിനെ ഇന്ത്യയുടെ ഭാഗമായി കാണാൻ മടിക്കുന്ന മോദി, മണിപ്പൂരിലെ പാവങ്ങളെ ചവിട്ടുപതിക്കുമ്പോൾ മിണ്ടാൻ മടിച്ചുപോയ മോദി, ആ മോദി വീണ്ടും വൈരാഗ്യം കാണിക്കുകയാണ്. മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറയാതെ പറയുകയാണ്. നിങ്ങൾക്ക് അവകാശപ്പെട്ട വിശ്വാസങ്ങളില്ല, ഞങ്ങൾ ഇതുപോലെ ചവിട്ടി പതിക്കൊന്നറിയിക്കുകയാണ്. ഇത് എല്ലാവർക്കുള്ള മുന്നറിയിപ്പാണ്. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തരത്തിൽ BJP ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നന്മ കിട്ടുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ് ഈ ഉത്തരവെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടുത്തെ കേരളത്തിലെ ഒരുപാട് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ അവർക്ക് ഇതിന്റെ പാഠങ്ങൾ വലിയ പാഠം തന്നെയായിരിക്കും. ചില ക്രിസ്തീയ മതപുരോഹിതന്മാർ ഇപ്പോഴും ലക്ഷ്യത്തിൽ നിന്ന് നന്മ കിട്ടുമെന്ന് അവരാണ് മോദി വിളിക്കുമ്പോൾ രോമാഞ്ചം ഉണ്ണാൻ പോയവർ. ആ ഉണ്ണാൻ പോയവരും രോമാഞ്ചം കൊണ്ടവരും എല്ലാം അറിയുക, ഇതാണ് മോദി. ആദ്യം മുസ്ലിംകൾ, പിന്നെ ക്രിസ്ത്യാനികൾ, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന ക്രമത്തിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാവരെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ എല്ലാ അവകാശങ്ങളെയും പിടിച്ചുപറിക്കാനും ചവിട്ടുപറിക്കാനും ഉള്ള നീക്കത്തിലാണ്. അതിന്റെ ആശയം, ആ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ ചെറുക്കാനും തോൽപ്പിക്കാനുമുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തണം. അതിനകത്ത് എല്ലാ മതേതരവാദികൾക്കും ഒരു വലിയ പങ്കുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കും. അത് വോട്ട് പ്രശ്നമോ ഒന്നുമല്ല, മതപ്രശ്നമോ അല്ല. ന്യൂനപക്ഷ അവകാശങ്ങളെ കാണുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത് നമ്മുടെ നാടിന്റെ ജനാധിപത്യ അവകാശങ്ങളുടെ അലംഘനീയ ഘടകമായിട്ടാണ്. അത് അങ്ങനെ തന്നെ വേണം കാണാൻ. അല്ലാതെ ക്രിസ്ത്യാനികളാണോ, മുസ്ലിമുകളാണോ, സിഖാണോ, ജൈനാണോ, പാഴ്സിയാണോ, അതൊന്നുമല്ല വിഷയം. ഈ നാടിന്റെ മതേതര മൂല്യങ്ങൾ, ജനാധിപത്യ മൂല്യങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് പരിരക്ഷിക്കേണ്ട ഒന്നാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ. അതിനെ അങ്ങനെ തന്നെ വേണം കാണാൻ. അങ്ങനെ കാണാൻ കഴിയുന്ന കണ്ണാണ് ഇടതുപക്ഷ കണ്ണ്. അതുകൊണ്ടാണ് BJPക്കും RSSനും ഇത്രയും അധികം വൈരാഗ്യം ലെഫ്റ്റിനോട്, ഇടതുപക്ഷത്തോടും അതിന്റെ ഗവൺമെന്റിനോടും കേരളത്തോടും വൈരാഗ്യത്തിന് കാരണം അതുകൂടിയാണ്. പക്ഷെ പിന്നോട്ട് പോകാൻ പറ്റില്ല, മുമ്പോട്ടേ പോകാൻ പറ്റൂ. ഈ നീക്കത്തെ ചെറുക്കും. ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും കൂടെ ഞങ്ങൾ നിൽക്കും. ജയിച്ചാലും തോറ്റാലും ഞങ്ങൾ നിൽക്കുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയാണ് LDF ഗ്യാരണ്ടി. ഇത് എനിക്കിപ്പോൾ പറയാനുള്ളൂ. ശ്രീ ബിനോയ് വിശ്വം, നമ്മുടെ വിശ്വാസം അതാരുടെയും ഔദാര്യമല്ല. അത് നമുക്ക് ഭരണഘടന ഉറപ്പു തരുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും നമുക്ക് അവകാശമുണ്ട്. ആ ജനങ്ങളുടെ അവകാശത്തെയാണ് അവിടുത്തെ ഒരു സർക്കാർ, ഭരണഘടനാപരമായി ചുമതലയേറ്റ ഒരു സർക്കാർ ഇല്ലാതാക്കുന്നത് എന്നുള്ള ഗുരുതരമായ ഒരു വിഷയമുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾക്ക്, ഈ കുക്കി വിഭാഗങ്ങൾക്ക് എത്ര കാലമായി അവരുടെ വീടും നാടും എല്ലാം വിട്ട് ഇങ്ങനെ ഓരോ അഭയാർത്ഥി ക്യാമ്പുകളിലായിട്ട് കഴിയുകയാണ്. അവരെ പുനരധിവസിപ്പിക്കാനോ അവരെ തിരിച്ചു കൊണ്ടുവരാനോ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് മാത്രവുമല്ല, കൂടുതൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനങ്ങളുമായി അവിടുത്തെ BJP സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ആ കാഴ്ച കണ്ടവരാണ്. മണിപ്പൂരിൽ ഈ 2023 മെയ് മാസം 3-ാം തീയതിയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അതിനുശേഷം 3 തവണ മണിപ്പൂരിൽ പോയ ഒരു ആളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡെലിഗേഷനിൽ പോയി, MP-മാരുടെ ഡെലിഗേഷനിൽ പോയി, ലെഫ്റ്റ് LDFന്റെ ഇടതുപക്ഷ പാർട്ടികളുടെ ഡെലിഗേഷനിൽ പോയി. അവിടെ എല്ലാം ഞങ്ങൾ കണ്ടതാണ് ഈ കാഴ്ച. സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളെ പോലെ ജീവിക്കേണ്ടി വരുന്ന 10,000-കണക്കായ മനുഷ്യരെ കണ്ട് ഞങ്ങൾ അവിടെ അഭയാർത്ഥി ക്യാമ്പുകൾ. അവിടെ അത് ഗവൺമെന്റ് വിളിക്കുന്ന പേര് റിലീഫ് ക്യാമ്പ്സ് എന്നാണ്, ആശ്വാസ ക്യാമ്പുകൾ എന്നാണ്. വാസ്തവത്തിൽ
വർഗീയ ഭ്രാന്തിന്റെ ഫലമായിട്ട് ആക്രമിക്കപ്പെട്ടവർ, വീടും കുടിയും വിട്ട് ഓടിപ്പോരേണ്ടി വന്നവർ, വെടികൊണ്ടേറ്റ് മരിച്ചു വീണ ബന്ധുക്കളുടെ മൃതദേഹം കണ്ടവർ, അവരെല്ലാമാണ് ആ ക്യാമ്പുകളിൽ ജീവിക്കുന്നത്. ഇതാണ് BJP ഭരണം. സ്വന്തം നാട്ടിൽ, പിറന്ന നാട്ടിൽ അഭയാർത്ഥികളെ പോലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏകദേശം 1 വർഷമാകാൻ പോകുന്നു അവർ ജീവിക്കുകയാണ്. അവരുടെ വിഷമത്തെപ്പറ്റി ചിന്തിക്കാൻ കൂട്ടാക്കാത്ത ഗവൺമെന്റാണ് മോദി ഗവൺമെന്റ്. ഇത്രയും അധികം യാത്ര ചെയ്യുന്ന മോദി, ഉലകം ചുറ്റും വാലിബൻ എന്ന് വിളിക്കാനുള്ള അർഹതയുള്ള മോദി, ആ മോദിയുടെ മനസ്സിൽ ഇതുവരെയും തോന്നിയിട്ടില്ല ഒന്ന് മണിപ്പൂരിലേക്ക് പോകാമെന്ന്, അഭയാർത്ഥി ക്യാമ്പുകളിലെ പാവങ്ങളെ കാണാമെന്ന്. ഒരു തുള്ളി വസ്ത്രം പോലും ഇല്ലാതെ പ്രാണൻ വാരി കയ്യിൽ പിടിച്ചുകൊണ്ട് ആർത്തലച്ച് കരഞ്ഞുകൊണ്ടോടിയ സ്ത്രീകളുടെ ദൃശ്യം ഇന്ത്യ കണ്ടതാണ്. അതാണ് പുതിയ മണിപ്പൂർ. അതാണ് ബേട്ടി ബച്ചാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുന്ന മോദി ഭരണത്തിലെ ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ. ആ ബേട്ടിമാരോട് പെൺമക്കളോട് പോയി ഒരു മാപ്പെന്ന് പറയണ്ട, ഒരു ഖേദം പോലും പറയാൻ കൂട്ടാക്കാത്ത പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി എന്ന കാര്യം എല്ലാവരും അറിയുക. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇപ്പൊ വന്ന ഉത്തരവ് ആരും കരുതേണ്ട, അത് യാദൃച്ഛികമാണ്, അത് അപ്രതീക്ഷിതമാണെന്ന്. ഇതാണ് മോദി ഗവൺമെന്റ്, ഇതാണ് BJP, ഇതാണ് അതിന്റെ ഹിന്ദുത്വ ഫാസിസ്റ്റ് ഐഡിയോളജി. അത് ഹിന്ദുമത എന്നുകൂടി എടുത്തു പറഞ്ഞേ തീരൂ. യഥാർത്ഥ ഹിന്ദുമതമല്ല BJPയുടെ ഹിന്ദുത്വ ഐഡിയോളജി. യഥാർത്ഥ ഹിന്ദുമതം ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. എല്ലാ തരത്തിലും ഞാൻ പറയട്ടെ, ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ, ദളിതരെ, ആദിവാസികളെ, പിന്നോക്കക്കാരെ എല്ലാം ചവിട്ടി പുറത്താക്കിയിട്ട് ബ്രാഹ്മണ, ക്ഷത്രിയ, സവർണ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം. അതിന് ഹിന്ദുമതവുമായിട്ട് ശബ്ദത്തിൽ മാത്രമാണ് സാദൃശ്യമുള്ളത്, ബാക്കി ഒന്നിലും അതിന് ഹിന്ദു വിശ്വാസങ്ങളുമായി സാദൃശ്യമില്ല എന്ന കാര്യം ഹിന്ദുക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കളുടെ ഏറിയ പങ്കും BJPയുടെ കണികൾ തലവയ്ക്കാത്തത്. അതും BJPക്ക് ബോധ്യമുണ്ട്. അതിനാൽ BJP പരാജയ ഭീതി കൊണ്ട് കാണിക്കുന്ന എല്ലാത്തരം പിടച്ചിലുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉത്തരവിനെ പോലും ഞാൻ കാണുന്നത് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള മോദി ഗവൺമെന്റിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായും ബിനോയ് വിശ്വമാണ് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചത്.